പ്രിയമുള്ളവരെ, ഇപ്പോൾ വെളുപ്പിന് സമയം 4:30. കഴിഞ്ഞ ദിവസം ഞാൻ യാത്ര ആരംഭിച്ച് ഇപ്പോൾ വന്നിരിക്കുന്നത് ഷൈനിയുടെ വീട്ടിലാണ്, കണ്ണൂര്. ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു വീട്ടിൽ 2 പേർക്ക് ക്യാൻസറാണ്. നേരത്തെ നമ്മൾ ഷൈനിയെ സഹായിച്ചിട്ടുണ്ട്. അനാഥരാണ്, സ്വന്തമായിട്ട് വീടില്ല, മറ്റു സൗകര്യങ്ങളൊന്നുമില്ല, വാടകയ്ക്ക് താമസിക്കുന്നു. അവര് 6 മാസമായി വാടക കൊടുത്തിട്ട് ഇതിനകത്ത് മറ്റു സൗകര്യം. ഇത് വാടകയ്ക്കെടുത്തൊരു മിഷനാണ്. ഷൈനിക്ക് ആകെ ഒരു ചേട്ടന് ഉള്ളൂ, പിന്നെ ഉള്ളത് ഷൈനിക്കും ക്യാൻസറിൻ്റെ ഇതാണ്, അത് എല്ലിനെ ബാധിച്ചിട്ടുണ്ട്. ഈ ചേട്ടനും ആയിരുന്നു ആകെ ഉള്ളത് ഇദ്ദേഹത്തിനാണ്. ഇദ്ദേഹത്തിന് ഓക്സിജനൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതില്ലാതിരിക്കാനായിട്ട് പറ്റുകയില്ല. മാസം 8000 രൂപയാണ് വാടക ഈ മിഷന്. ഇവിടെയുള്ള സൗകര്യങ്ങളൊക്കെ ഇതാണ്. മറ്റൊരു അടുക്കളയോ കാര്യങ്ങളോ പോലും ഇവിടെ വേണ്ട വിധത്തിൽ ഇല്ല. സങ്കടകരമായ മറ്റൊരു കാര്യമുണ്ട്. ക്യാൻസർ ആയിരിക്കുന്ന ഒരാൾക്ക് വളരെ വൃത്തിയും മറ്റു സൗകര്യങ്ങളൊക്കെ ആവശ്യമാണ്. പക്ഷേ ഇവര് പബ്ലിക്കിലുള്ള ബാത്റൂമിലാണ് ഈ ഷൈനിയൊക്കെ പോകുന്നത്. അതിന് പോലും ഒരു സാഹചര്യങ്ങൾ ഇല്ല. നമുക്ക് ആർക്കും ഇങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങൾ, ഇത് കാണുന്ന നമുക്ക് ഇങ്ങനൊരു സാഹചര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ 2 പേരെയും ചികിത്സിക്കണം, അതിന് പൈസ ഇല്ല, അവരെ ആരും സഹായിക്കാനില്ല. അവരുടെ ഷൈന ട്രീറ്റ്മെന്റ് തീർത്തും മുടങ്ങി കിടക്കുകയാണ്. അവരുടെ ആഗ്രഹം എങ്ങനെയെങ്കിലും ആങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കണം എന്നൊരു ആഗ്രഹമാണ്. പ്രിയമുള്ളവരെ, അല്പസമയങ്ങൾ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കണമേ, ഇവരുടെ വാക്കുകൾ ശ്രദ്ധിക്കണമേ എന്ന് ഞാൻ ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ വെളുപ്പിന് 4:30 ഇപ്പോൾ സമയം. ഓക്കെ, ഇത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തിരിച്ച് പോകേണ്ടതുണ്ട്. ദൈവം ധാരാളമായി എന്നെല്ലാം അനുഗ്രഹിക്കട്ടെ. ഇവിടെ വാക്കുകൾ കേൾക്കണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ആരും ആശ്രയമില്ലാത്ത, നിരാലംബമായ എന്ന് പറഞ്ഞാൽ ആരും സഹായിക്കാനില്ലാത്ത, സ്വന്തമായിട്ട് 1 സെന്റ് സ്ഥലമില്ലാത്ത, ഒരു വീടില്ലാത്ത, തീർത്തും അനാഥരായിട്ടുള്ള 2 പേരെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അവിടെ വാക്കുകൾ, ഷൈനിയുടെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കണം. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ സഹായിച്ചു. ഷൈനിയുടെ ചികിത്സ തക്ക സമയത്ത് കൊടുക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഷൈനി എന്ന ആയുസ്സോടും ആരോഗ്യത്തോടും കൂടെ ഇരിക്കുന്നത്. പക്ഷെ ഇനിയും ഷൈനിയുടെ തുടർ ചികിത്സാ കാര്യങ്ങൾ നടക്കാനുണ്ട്. ചേട്ടന്റെ ഈ പ്രശ്നം കാരണം തൽക്കാലം അത് ഷൈനിയുടെ നടക്കാതെ മാറ്റിവെച്ചിരിക്കുകയാണ്. ഷൈനിയുടെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കയറാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആ ദിവസം വിളിച്ചപ്പോഴൊക്കെ ചേട്ടൻ ഭയങ്കര ശ്വാസം മുട്ടലായിരുന്നു. ഞാൻ വീഡിയോ കോളിലൂടെ കണ്ടപ്പോൾ വളരെ ശ്വാസം മുട്ടലായിരുന്നു. അദ്ദേഹം നിലവിളിക്കുന്നത് ഞാൻ കേട്ടു. ഇന്ന് രാവിലെ വന്നപ്പോൾ ഒത്തിരി ആശ്വാസമുണ്ട്. ഇതാണ് ഷൈനി. ഞാൻ അന്ന് വന്ന സമയത്ത് മുടിയൊന്നും ഉണ്ടായിരുന്നില്ല. കീമോ ചെയ്ത് മുടി കംപ്ലീറ്റ് പോയിരുന്നു. 24 മണിക്കൂറും ഈ ഓക്സിജൻ വെച്ചെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. ഇത് ഓഫ് ചെയ്യാനായിട്ട് പറ്റുകയില്ല. എൻ്റെ പേര് ഷൈനിയാണ്. എൻ്റെ ചേട്ടൻ സിസിൽ റോയ്. എൻ്റെ ചേട്ടന് ശ്വാസം മുട്ടൽ വന്നിരുന്നു. 3-4 മാസമായി ഞങ്ങൾ വേറെ ഡോക്ടറെ കാണിച്ചു. ഷൈനിക്ക് ഇത്രയും സംസാരിക്കാൻ, ശബ്ദം എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ, അനാരോഗ്യമായിട്ട്. അപ്പം അതുകൊണ്ടാണ്. അപ്പോൾ അത് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പ്രിയമുള്ളവർ ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അധികം ഉച്ചത്തിൽ സംസാരിക്കാനായിട്ട് പറ്റുകയില്ല. ഓക്കെ, ഷൈനി സംസാരിച്ചോളൂ. അതുകൊണ്ട് ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഞങ്ങൾ ഇവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് സ്കാനെല്ലാം ചെയ്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എല്ലാം ചെയ്തപ്പോഴാണ് ചേട്ടന് ഇങ്ങനെ കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഈ മനുഷ്യൻ 10 ദിവസം കൊണ്ട് മരിക്കുമെന്ന് പറഞ്ഞു. 10 ദിവസം കൊണ്ട് മരിച്ചു പോകുന്നു പറഞ്ഞതാണ്. 10 ദിവസം കൊണ്ട് മരിച്ചു പോകുമെന്ന് പറഞ്ഞു. ഉടനെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ എടുക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ മാർച്ച് 1-ാം തീയതി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ എൻ്റെ ചേട്ടനെ കൊണ്ടുപോയി ഞാൻ അഡ്മിറ്റാക്കി. അവിടെ നിന്ന് ഓരോ ചികിത്സയും ചെയ്തുകൊണ്ടേയിരുന്നു. മാർച്ച് 6-ാം തീയതി ഈ ശ്വാസകോശത്തിൻ്റെ ബൾബ് ഇട്ടിട്ട് ഒരു ദ്രാവകം എടുത്തതിൻ്റെ ശേഷം
ബയോപ്സിക്ക് അയക്കണം എന്ന് പറഞ്ഞ് ബയോപ്സിക്ക് അയച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ബയോപ്സിക്ക് അയച്ചു. 10 ദിവസം കൊണ്ട് വരുമെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ചേട്ടന് 12-ാം തീയതി പിന്നെയും സീരിയസ് ആയിരുന്നു. ഞാനും ചേട്ടനും പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് വീണ്ടും പോയി 12-ാം തീയതി അഡ്മിറ്റാക്കി. അപ്പോൾ അവിടുന്ന് ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് വന്നു. അപ്പോഴാണ് അറിഞ്ഞത് ലെൻസ്, ശ്വാസകോശത്തിൻ്റെ അകത്ത് ലെൻസിനും എല്ലാം ക്യാൻസർ ബാധിച്ചിരിക്കുന്നു. ചേട്ടന് ഇപ്പോൾ ഒന്നും കഴിക്കാനോ കുടിക്കാനോ ഒന്നും കഴിയില്ല, ഭക്ഷണമൊന്നും കഴിക്കലില്ല. എൻ്റെ ചേട്ടന് കാണിക്കാൻ പോലും ഒരു പൈസയിൽ കീമോ ചെയ്യണം, റേഡിയേഷൻ ചെയ്യണം, അതിനെല്ലാം ഒത്തിരി പൈസയാവും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം. ഷൈനിക്ക് ചികിത്സ എന്താ? ഷൈനിയുടെ പ്രശ്നം എന്താ? എൻ്റെ പ്രശ്നം കാലിന് ഉള്ളതാണ്. ഇപ്പം എനിക്ക് ചേട്ടന് അസുഖം ഇതാക്കണം. ബ്രസ്റ്റിനായിരുന്നു, ഒരു ബ്രസ്റ്റ് എടുത്ത് കളഞ്ഞതാണ്. പിന്നെ ഒരു ബ്രസ്റ്റിന് അസുഖം ഉണ്ടായിരുന്നു, അത് ഇപ്പോൾ കുറവുണ്ട്, അത് മാറിയിട്ടുണ്ട്. ഇപ്പം വീണ്ടും ടെസ്റ്റ് ചെയ്യണം, അത് അടുത്ത മാസം വീണ്ടും ടെസ്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ കാലിന് വേറെ ടെസ്റ്റ് ഉണ്ട്. സംസാരിച്ചോളൂ. ഇത് എൻ്റെ കാലിന് ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 1.5 മാസം കൂടുമ്പോൾ എൻ്റെ എല്ലിന് ഇഞ്ചക്ഷൻ ചെയ്യണം. ആ എല്ലിൻ്റെ ഇഞ്ചക്ഷന് 4000 രൂപയാകും. ആ ഇഞ്ചക്ഷൻ എത്ര രൂപ വരും? ആ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ എല്ലാ ടെസ്റ്റും എടുത്തതിൻ്റെ ശേഷമേ ഈ എല്ലിന് ഇഞ്ചക്ഷൻ ചെയ്യുള്ളൂ. ടെസ്റ്റിനും എനിക്ക് ഒരു 1.5 മാസം കൂടുമ്പോൾ 30,000 രൂപയാകും. അതിനും എന്നെയും ചേട്ടനും എല്ലാത്തിനും കൂടി എന്നെ സഹായിക്കണം. കുറച്ച് കാശാകും. ചേട്ടന് കീമോ ചെയ്യണം, റേഡിയേഷനും ചെയ്യണം. ഞങ്ങൾക്ക് ആരുമില്ല സഹായത്തിന്. ഇപ്പോൾ ബുധനാഴ്ച ചേട്ടനെയും കൊണ്ട് പരിയാരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോകണം. അതിന് പോലും എൻ്റെ അടുത്ത് കാശില്ല. ഞാനിനി ആരെങ്കിലും നിന്ന് വാങ്ങിയിട്ട് വേണം കാശ് എങ്ങനെയെങ്കിലും ഒപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ചെയ്ത് ചേട്ടനെ കാണിക്കാൻ. നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഷൈനി എപ്പോഴും എന്നോട് പറയാറുണ്ട്, എനിക്ക് ചേട്ടനും ഞാനും മാത്രമേ ഉള്ളൂ, പക്ഷേ വരാതിരിക്കരുതെന്ന് ഷൈനി എപ്പോഴും എന്നോട് പറയാറുണ്ട്. 2 പേരും മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് വരാതിരിക്കരുത് എന്നോട് പറയാറുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ ദുഃഖകഥകൾ എനിക്ക് അറിയാവുന്നതുകൊണ്ടും നേരത്തെ അറിയാവുന്നതുകൊണ്ടും ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ അവരനുഭവിക്കുന്ന കഷ്ടതകളെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാവുന്നതുകൊണ്ടുമാണ് ഞാൻ ഈ ഭവനത്തിലേക്ക് വന്നത്. ഏത് ബാങ്കിൽ അക്കൗണ്ട് ഉള്ളത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആരുടെ പേരില്ല? ഷൈനിയുടെ പേരിൽ. ഷൈനി ഫ്രാൻസിസ്. ഫെർണാണ്ടസ്. ഷൈനി ഫെർണാണ്ടസ്. പഴയ ഓർമ്മ ഞാൻ പറഞ്ഞതാ. ഷൈനി ഫെർണാണ്ടസ് അല്ലേ? ഓക്കെ. ഏത് ബ്രാഞ്ച്? എവിടാ? കണ്ണൂർ ബ്രാഞ്ചാണ്. പ്രിയമുള്ളവരെ, ഇവരെ നമുക്കൊന്ന് സഹായിക്കണം. കാരണം ഇവരുടെ കാര്യത്തിൽ ഇവർ വേറെ ആരും ആശ്രയമില്ലല്ലോ. പ്രിയമുള്ളവരെ, കർത്താവ് മാത്രമേ ഇവർക്ക് ആശ്രയമുള്ളൂ. നമുക്കറിയാം, ശാരീരികമായ ഇത്തരം ഒരു ബുദ്ധിമുട്ടിലൂടെ പോകുമ്പോൾ മറ്റാരും ആശ്രയിക്കാനില്ലാത്തവരുടെ സ്ഥിതി എന്താണെന്ന് നമുക്കറിയാം. അതുപോലെ പ്രയാസത്തിന് അനുഭവത്തിലാണ് ഇവർ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള അവർക്ക് എപ്പോഴും വേണ്ടുന്ന വൃത്തിയാണ്, പക്ഷേ ഒരു ശുചിമുറി പോലുമില്ല. അതെല്ലാം പബ്ലിക്കിൽ മറ്റുള്ളവർ പോകുന്നിടത്ത് തന്നെയാണ് പ്രിയമുള്ളവരും പോകുന്നത്. ഒരു അടുക്കള പോലും ഇതിനകത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആകെയുള്ളത് ഇതും പിന്നെ ഉള്ളത് ഈ ഒരു റൂമുമാണ്. അടുക്കളയെന്ന് പറയാനായിട്ട് ഒന്നുമില്ലാത്ത ഒരു ചെറിയ ഒരു കുടിസുമുറിയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് അവരെ ഒന്ന് സഹായിക്കണം പ്രിയമുള്ളവരെ. കർത്താവിൻ്റെ സ്നേഹമാണ്. നമുക്ക് ഒത്തിരി പേരെ സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേരെ നമ്മൾ സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരുപാട് പേരുടെ ജപ്തി നടപടികളിൽ നിന്ന് ഒഴിവാക്കി ഉരകരിന്ന് ജീവിച്ചിരിക്കുന്നതൊക്കെ പ്രിയമുള്ളവരെ നിങ്ങളെ സഹായിച്ചതുകൊണ്ടാണ്, സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇന്ന് അനേകർ ജീവിച്ചിരിക്കുന്നത്. ഒരുപാട് പേരിന്ന് വീടുകളിൽ താമസിക്കുന്നു. നിങ്ങൾ സഹായിച്ചത് കൊണ്ട് മാത്രമാണ്, ദൈവം നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ്. ഒത്തിരി പേര് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടന്നു, ഒരുപാട് കുഞ്ഞുങ്ങൾ പഠിച്ച് ഇപ്പോൾ ജോലിയിലായിരിക്കുന്നു. അതെല്ലാം നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് തന്ന നല്ല മനസ്സുകൊണ്ടാണ്. നിങ്ങളെ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്നുള്ള ദൈവവചന പ്രകാരം പ്രിയമുള്ളവരെ, നിങ്ങളിൽ ദൈവം ആരംഭിച്ച നല്ല പ്രവൃത്തി തുടരുന്നത് കൊണ്ടാണ്
ഇന്ന് അനേക നിർധനരായ ഇതുപോലെയുള്ള പാവങ്ങളായ ആളുകൾക്ക് ഒരു ആശ്വാസകരമായിരിക്കും എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലകത്ത് എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആരും സഹായിക്കാനില്ലാത്തവർക്ക് എന്ത് ചെയ്യും? ഏതാണ് വഴിയുള്ളത്? പിന്നെ അവരുടെയൊക്കെ മുമ്പിലുള്ളതെന്ന് പറയുന്നത് ഒരുപാട് പേര് നമുക്കറിയാം, ചികിത്സയുടെ കാര്യങ്ങളിലൊക്കെ ദുഃഖം താങ്ങാൻ കഴിയാതെ സ്വയം ജീവനൊടുക്കുന്ന എത്രയോ പേരെ നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും. ജപ്തി നടപടികളിൽ തെരുവിലേക്ക് പോകുന്നതിലൊക്കെ എത്രയോ ആളുകൾ സാമ്പത്തിക പ്രശ്നങ്ങളിലൊക്കെ ജീവനൊടുക്കുന്നത്. പക്ഷേ ഇവരൊക്കെ ജീവിച്ചിരിക്കുന്നത്, പക്ഷേ അതിന് തന്നെ ജീവിച്ചിരിക്കുന്നത് തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകൾ കൊണ്ടും നിങ്ങൾ നൽകിയ സാമ്പത്തിക സഹായം കൊണ്ടുമാണ്. ഒരിക്കൽ കൂടെ ഈ ഷൈനിയെ സഹായിക്കണം. അന്ന് ചേട്ടന് ക്യാൻസർ ഉണ്ടായിരുന്നില്ല. ഇത് അല്പസമയം പോലും ഇത് ഓഫ് ചെയ്യാനായിട്ട് പറ്റുകയില്ല. 24 മണിക്കൂർ ഉണ്ടാകണം. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിലാണ് പ്രിയമുള്ളവരെ, ഈ പ്രിയമുള്ളവർക്ക് വേണ്ടി പ്രത്യേകമായി ഞാൻ ഒരിക്കൽ കൂടെ അഭ്യർത്ഥിക്കും. ഈ പ്രിയമുള്ളവരെ സഹായിക്കണമേ എന്ന ദൈവനാമത്തിൽ ഞാൻ ഒരിക്കൽ കൂടെ അപേക്ഷിക്കുകയാണ്. കർത്താവ് എല്ലാവരും സഹായിക്കട്ടെ. പ്രിയമുള്ള പൈസ ഉണ്ടായിട്ട് തരുന്നതല്ല, ഇവരൊക്കെ ഇല്ലായ്മകളിൽ അവർ കഠിനമായി കഷ്ടത അനുഭവിച്ച് ബുദ്ധിമുട്ട് അനുഭവിച്ച് ജോലിയെടുത്ത് കുഞ്ഞുങ്ങളെ പോലും പിന്നെ ചിലപ്പോൾ ആഴ്ചകളൊക്കെ ആയിട്ടായിരിക്കും കാണുന്നത്. ഓവർ ടൈമൊക്കെ ചെയ്ത് കിട്ടുന്ന പൈസയുടെ ചെറിയ ജീവിത ചെലവിന് നടുവിലും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസവും വീടിൻ്റെ ലോണും ഒക്കെ ഈ പ്രിയമുള്ള സഹായിക്കുന്നവർക്കുണ്ട്. അതിൻ്റെ നടുവിലാണ് നിങ്ങളെ ഇവർ സഹായിക്കുന്നത്. അതുകൊണ്ട് അവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. സഹായിക്കുന്ന ഓരോ പൈസയും ഉണ്ടായിട്ട് തരുന്നതല്ല, വിയർപ്പിൻ്റെ വിലയാണ്, ത്യാഗത്തിൻ്റെ വിലയാണ്. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ പ്രാർത്ഥിക്കണം. അത് ദൈവം ഒരുക്കിയ സാഹചര്യങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് നിങ്ങൾ നന്ദി പറയണം എപ്പോഴും. ദൈവം ധാരാളമായി എന്നിൽ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ചേട്ടാ, ദൈവം അനുഗ്രഹിക്കട്ടെ. ചേട്ടാ എന്ന് പറയാൻ പറ്റില്ല, എന്നെക്കാളും പ്രായം കുറഞ്ഞതാണ്. എത്ര വയസ്സുണ്ട്? ഓ സോറി, എന്നെക്കാളും പ്രായമുണ്ട്. ഓക്കെ, എന്നെക്കാളും പ്രായമുണ്ട്. പക്ഷെ എനിക്ക് എത്ര വയസ്സാ? 56 വയസ്സുണ്ട്. ഓക്കെ, എനിക്ക് അന്നത്തെ എൻ്റെ ഓർമ്മ പ്രായം കുറഞ്ഞ ഇതെന്നുള്ളത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നെക്കാളും പ്രായം കുറഞ്ഞാന്നുള്ളത്. ഓക്കെ, ഈ അവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. ദൈവം ധാരാളമായി നില അനുഗ്രഹിക്കട്ടെ, ധാരാളമായി നില അനുഗ്രഹിക്കട്ടെ കേട്ടോ. കർത്താവ് സഹായിക്കും കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.